ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ജോക്കുട്ടിന് അംഗനവാടി വരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാ ദിവസങ്ങളിൽ അവൻ മോർണിംഗ് ഒരു 10 മണി കഴിയും എഴുന്നേൽക്കുമ്പോൾ. അംഗനവാടി വിടാൻ വേണ്ടി ഒരു 8 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽപ്പിക്കും. അപ്പോൾ എഴുന്നേറ്റതിനുള്ള വാശിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഴുന്നേറ്റ് കുറച്ച് നേരം ആൾക്ക് തോളിൽ ഇങ്ങനെ കിടക്കണം. പെട്ടെന്ന് ഓടിച്ചാടിയൊന്നും ഇറങ്ങുന്നില്ല. റൂമിൽ നിന്ന് താഴെ വന്ന് താഴെ സെറ്റിമേലും കുറച്ച് നേരം ഇരുന്ന് ഒരു 10-15 മിനിറ്റ് ആൾക്ക് അങ്ങനെ മേത്ത് തന്നെ കിടക്കണം. എന്നാലാണ് ആൾ ഒന്ന് ഉഷാറായിട്ട് താഴെ ഇറങ്ങുള്ളൂ. പിന്നെ നേരെ ബ്രഷ് ചെയ്യാനൊന്നും വരില്ല ആൾ കുറച്ച് നേരം ആളുടെ ടോയ്സൊക്കെ എടുത്ത് കളിച്ച് കുറച്ച് നേരം ആൾ ടൈം കളയും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ ബ്രഷ് ചെയ്യാൻ തന്നെ വരുള്ളൂ. ബ്രഷ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അവന് തന്നെ ചെയ്യണം. കുറച്ച് നേരം അവൻ തന്നെ ചെയ്ത് ആ പേസ്റ്റൊക്കെ ഫുള്ളും അവസാനിപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് തരുള്ളൂ. അങ്ങനെ അവനെ ബ്രഷൊക്കെ ചെയ്ത് കൊടുത്ത് നന്നായി മുഖമൊക്കെ വാഷ് ചെയ്ത് പിന്നെ അവന് ഞാൻ കഴിക്കാനായിട്ട് മോർണിംഗ് അങ്ങനെ അംഗനവാടി പോകുമ്പോൾ അങ്ങനെ വലിയ കട്ടിയായിട്ടുള്ളതൊന്നും ആൾ കഴിക്കില്ല. ഒന്നാമത്തത് അവൻ 10 മണി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിച്ച് ശീലമുള്ളതായ കാരണം നേരത്തെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഒരു 2 മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കി പാലൊക്കെ ആയിട്ട് ആൾ കഴിച്ച്. ഫുഡ് കൊടുക്കലാണ് ഏറ്റവും പണി അവൻ്റെ മെയിൻ. കാരണം കുറേ ടൈം എടുക്കും. ഇടയ്ക്ക് ഫോൺ വേണം, ഫോണിന് വേണ്ടി വാശി പിടിക്കും, കാർട്ടൂൺ കാണാൻ വാശി പിടിക്കും. അങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കലാണ് വലിയൊരു ടൈം പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ ബാഗ് സെറ്റ് ചെയ്തു. ഞാനൊരു ഡ്രസ്സ് എക്സ്ട്രാ വെക്കും എങ്ങാനും വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ. പിന്നെ വാട്ടർ ബോട്ടിൽ വയ്ക്കും. വാട്ടർ ബോട്ടിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. ഓൾറെഡി അവിടെ തന്നെ വെള്ളം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാനൊരു വാട്ടർ ബോട്ടിലും ഡ്രസ്സും ടവലൊക്കെ ആയിട്ട് ബാഗ് സെറ്റ് ചെയ്ത് വിടും. പിന്നെ കുളിയെല്ലാം തന്നെ കുളിക്കാൻ പിന്നെ ആൾക്ക് ഇഷ്ടമാണ്. അത് കാരണം വലിയ വാശിയൊന്നുമില്ല. അങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ റെഡിയാവാൻ പോവുക. അങ്ങനെ എൻ്റെ റെഡിയാവലെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ പ്രയറൊക്കെ എത്തിച്ച് എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്ത് ഇറങ്ങാൻ നിൽക്കുക. അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. അവനെ ഞാൻ വേഗം റെയിൻകോട്ടൊക്കെ എടുപ്പിച്ചു. ഇനി വഴിയിൽ വെച്ച് മഴയിൽ പെടണമെന്ന് വെച്ചിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും ആൾക്ക് വാശിയൊന്നുമില്ല കേട്ടോ. പക്ഷെ അംഗനവാടിയിൽ എത്തി കഴിഞ്ഞാൽ ചെറുതായിട്ട് വിരുമ്പി തുടങ്ങും. പിന്നെ ചെറുതായിട്ടൊന്ന് കരച്ചിലാണ് ടീച്ചറുടെ അടുത്ത് എത്തുമ്പോഴായാലും. പക്ഷെ ഞാൻ പോകുന്ന ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ടീച്ചർ എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തരട്ടെ. അവൻ പിന്നെ ഓക്കെ ആവും. ആ കയറി ചെല്ലണ ഒരു സമയം മാത്രം ചെറിയൊരു കരച്ചിലും വാശും. അത് കഴിഞ്ഞ് പോകുന്നു. പിന്നെ ഇടയിലൊക്കെ ടീച്ചേഴ്സ് വീഡിയോ അയച്ചു തരുന്നുണ്ട് നമുക്ക് അവരുടെ ഫുഡ് കഴിക്കണതായാലെല്ലാം. അത് കഴിഞ്ഞ് തിരിച്ചെന്ന് ഞാൻ ഒരു 2 മണി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് എടുക്കാൻ പോയേ. പോണ വഴിയിൽ ഇതേ ഗേറ്റിടയിലൊക്കെ പെട്ട് നല്ല മഴ. പിന്നെ നമ്മൾ വരുന്നത് കാണുമ്പോൾ തന്നെ ആൾ എന്ത് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഓടി വരും കേട്ടോ നമ്മുടെ അടുത്തേക്ക്. അങ്ങനെ ടീച്ചറൊക്കെ ആയിട്ട് വിശേഷമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ പതുക്കെ തിരിച്ച് പോന്നു. തിരിച്ച് പോരുമ്പോഴും നല്ല മഴ തന്നെയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി വീണ്ടും ആവശ്യം കളിയൊക്കെ തുടങ്ങി. അങ്ങനെ ഇന്നത്തെ അംഗനവാടിയത്തെ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.